ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ അധികം തന്നെ വീഡിയോ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കണതാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞു, നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ബാഗ് പാക്ക് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഞാൻ എല്ലാ ഐറ്റംസും ഈ തവണ ഓൺലൈൻ വഴിയാണ് ഷോപ്പ് ചെയ്തത് കേട്ടോ. കാരണം നമുക്ക് ലീവിന് വന്ന സമയത്ത് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പുറത്ത് പോകാനായിട്ട് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഓൺലൈനിൽ കൂടെ ഞാൻ തന്നെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഐറ്റംസ് എല്ലാം വീട്ടിൽ നേരത്തെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ നേരം നിൽക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മടി പിടിച്ച് പിന്നെ ചെയ്യാം പാക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണമായിരുന്നു. ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയുക, എൻ്റെ ഡെലിവറി അടുത്ത് എന്ന് എനിക്ക് തോന്നിയ ഒരു സമയത്താണ് ഞാൻ ഇത് വേഗം പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ എന്തായാലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി സമയം ആവാറായപ്പോഴാണ് വേഗം ഞാനും പിള്ളേരും കൂടെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പോൾ പെട്ടെന്ന് എങ്ങാനും പോകേണ്ടി വന്നാൽ തന്നെ സാധനങ്ങൾ എവിടേക്ക് ഇരിക്കണമെന്ന് എനിക്കാണല്ലോ അറിയാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ഞാനും പിള്ളേരും കൂടെ എന്നെ അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിൽക്കാനും നോക്കിയിരുന്നിട്ട് കാര്യമില്ലൊക്കെ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് തുടങ്ങി. ഉമ്മച്ചിയാണെങ്കിൽ ഹജ്ജിൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയേക്കണേയിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിരുന്നു എനിക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതിന് മുന്നത്തെ ഒരു ഡെലിവറിയിലും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡെലിവറി പെയിനൊക്കെ വരുന്നത് കേട്ടോ. ബാക്കി ഉള്ളവരുടെ ഡെലിവറിക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അത് കഴിഞ്ഞ് അവർ എന്താ പറയുക മരുന്നൊക്കെ വെച്ചതിന് ശേഷമാണ് എനിക്ക് ഡെലിവറിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കൺഫ്യൂഷനായിരുന്നു, ഇത് ഡെലിവറിയുടെ ആണോ അതോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ 2 ദിവസം അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം എനിക്ക് മനസ്സിലായി, എന്താ പറയുക, ഇത് ഡെലിവറിയുടെ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം ബാഗ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ എൻ്റെ വലിയ ഹാൻഡ് ബാഗിലേക്കുള്ള ഐറ്റംസ് എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണത് എൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ. വീട്ടിൽ വേറെ ആരും ഇല്ല ഈ സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വെള്ള പേപ്പറിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ പലതും വിട്ടുപോകാൻ സാധ്യതയുണ്ട്, മറന്നു പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെള്ള പേപ്പറിൽ ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ ഹാൻഡ് ബാഗിൽ എന്ത് വേണം, ബാസ്ക്കറ്റിൽ നിന്ന് വേണം, ബാഗിൽ വേറെ മറ്റുള്ള ബാഗിലൊക്കെ എന്ത് വേണം, അടുക്കളയിലുള്ള എന്തെല്ലാം ഐറ്റംസ് എടുക്കണം, അങ്ങനെ എല്ലാം വേർതിരിച്ച് നമ്മൾ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പേപ്പറിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പെട്ടെന്നാണല്ലോ നമ്മൾ പാക്ക് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. വീട്ടിൽ ഹസ്ബൻഡോ വേറെ ആരെങ്കിലുമൊക്കെയാണ് ഇത് എടുത്തു വെക്കണമെങ്കിൽ അവർക്കാണെങ്കിലും എളുപ്പമാണ് കേട്ടോ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ചാർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും തന്നെ നമ്മൾ സ്കാനിങ് ചെയ്യണതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരികയും ഒരു കോപ്പി ഹോസ്പിറ്റലിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ബ്ലഡ് ആണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെ തന്നെ. തന്നില്ലെങ്കിൽ പോലും നമ്മളവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും. കാരണം നമ്മൾ എപ്പോഴാണ് ആ ഹോസ്പിറ്റൽ മാറേണ്ടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ മാറണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എല്ലാ റിസൾട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർട്ടും അതുപോലെ തന്നെ അവിടുത്തെ കാർഡും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അൽ-അസ്ഹർ തൊടുപുഴ ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ്, എല്ലാ കാർഡുകളും ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഗുളികകളുണ്ടല്ലോ, കാൽസ്യം, അതുപോലെ തന്നെ അയൺ, പിന്നെ വോമിറ്റിംഗ് ഉള്ളവർക്ക് വോമിറ്റിങ്ങിൻ്റെ ഗുളിക, ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ പല ടാബ്ലറ്റുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി എടുത്ത് വെക്കണം. കഴിക്കാനുള്ളത് മാത്രം തൽക്കാലം പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുന്നേ എടുത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എഴുതി വെക്കുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ, ചാർജർ, ഇതുപോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് ആ
സമയത്താണ് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിന് വേറൊരു പേപ്പറിൽ നമ്മൾ പ്രത്യേകം എഴുതി വെക്കണം. പോണതിന് മുന്നേ അത് നോക്കിയിട്ട് വേണം, അതെല്ലാം എടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. പിന്നെ ഞാനൊരു 2-3 വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട്, ഒന്നും എഴുതാത്തത്, പ്ലെയിൻ ആയിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു അപേക്ഷ എഴുതണമെന്ന് വരുവാണെങ്കിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതും അതിന് എഴുതാനായിട്ട് ഒരു പേനയും ഞാൻ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 കവറും ഞാൻ കരുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വൊമിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ബാഗിലും അതുപോലെ തന്നെ വണ്ടിയിലും സൂക്ഷിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ആധാർ കാർഡ് എടുക്കും പോലെ തന്നെ കട ആധാർ കാർഡും പിന്നെ റേഷൻ കാർഡും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ അന്നേരം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വരാനായിട്ടൊന്നും നമ്മുടെ അടുത്ത് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നേരത്തെ കരുതി കൂട്ടി എല്ലാം എടുത്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയപ്പറിൻ്റെ ഒരു റാഷ് ക്രീമും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടീനെ തരുന്ന സമയത്തൊക്കെ അവർ സ്നഗ്ഗി പാമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ NICUയിലൊക്കെ കിടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റൊക്കെ അടിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ സ്നഗ്ഗിലാണ് അത് കിടത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഈ ഡയപ്പർ വെക്കണേൻ്റെ ഇൻഫെക്ഷനും അത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അന്നേരം പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഓൾറെഡി നേരത്തെ നമ്മളത് വാങ്ങി വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി തരുകയും ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ടൊക്കെ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി മേടിച്ച് വയ്ക്കാറുണ്ട്. ഇതിന് മുന്നൊക്കെ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ പോക്കറ്റ് ടിഷ്യൂ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ, 10 രൂപയൊക്കെ കൊടുത്താൽ. അപ്പോൾ അത് ഞാൻ 2-3 വാങ്ങിയിട്ട് നമ്മുടെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് കൈ തുടയ്ക്കാനോ മുഖം തുടയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്കത് ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തല ഈരാനായിട്ടൊരു ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. അതൊന്നും കൊച്ചിനല്ല കേട്ടോ, കൊച്ചിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൊച്ചിന് ഞാൻ അങ്ങനെ പൗഡറൊന്നും യൂസ് ആക്കാറൊന്നുമില്ല, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നൈൽ കട്ടറാണ് കേട്ടോ. പിള്ളേരുടെ നഖമൊക്കെ കൊണ്ടിട്ട് അവരുടെ കണ്ണിലും മുഖത്തൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട്, കരയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കടിച്ച് കളയലുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ അറിയത്തില്ല, കടിച്ച് കളയാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ നൈൽ കട്ടർ എല്ലാ പിള്ളേരും ഉണ്ടായപ്പോഴും ഞാൻ അതുപോലെ വാങ്ങാറുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ATM കാർഡൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പൈസ നമ്മളെപ്പോഴും കയ്യിൽ വെക്കാം കേട്ടോ. കാരണം ചിലപ്പോൾ ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗൂഗിൾ പേ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ വർക്കാവാത്ത സമയങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മൾ കുറച്ച് പൈസയായിട്ട് നമ്മൾ കയ്യിൽ എപ്പോഴും കരുതണം. കാരണം ഹോസ്പിറ്റൽ എന്തായാലും നമ്മൾ പൈസയൊക്കെ കൊടുക്കാതെ ചിലപ്പോൾ മരുന്നൊന്നും തരണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊന്ന് കുറച്ച് പൈസ എപ്പോഴും നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുക. അതുപോലെ ഞാൻ ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ലിപ് ബാമാണ് എടുത്തേക്കണത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ചുണ്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവലായിരുന്നു. എപ്പോഴും ഡ്രൈ ആവും, നമ്മൾ എന്തോരം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാലും ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്ന് റെഡി ആയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ കൺമഷി ഞാൻ കൊച്ചിന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ആക്കത്തില്ല, ഞാൻ എഴുതും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്. കൊച്ചിനൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊന്നും. അപ്പോൾ ഇൻഷുറൻസ് കാർഡൊക്കെ ഉള്ളവർക്ക് ഇൻഷുറൻസ് കാർഡ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് അവിടെ ഇൻഷുറൻസ് കിട്ടേണ്ടതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി 4 അവിടെ റിപ്പോർട്ടിൽ വന്നേക്കണേ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇക്കാടെ നോക്കുമ്പോൾ 2ാമത്തെ ഡെലിവറിയാണ്, 2ാമത്തെ കുട്ടിയാണ്. എങ്കിലും എൻ്റെ ഡെലിവറി 4ാമത്തെ ആയിട്ടാണ് അവിടെ റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 കുട്ടികൾക്ക് മാത്രമേ മെഡിസപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ വലിയ ഹാൻഡ് ബാഗിൽ വെക്കണത്. പിന്നെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ടാബ്ലറ്റ്, മൊബൈൽ, ചാർജർ, ഇത്രയും. പിന്നെ പവർ ബാങ്ക് ഉള്ളവർക്ക് പവർ ബാങ്കൊക്കെ അതിലേക്ക് മാറ്റാം. പിന്നെ മേക്കപ്പ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ എടുക്കാം. ഫേസ് ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനെ ഒരുപാട് ക്രീമും അതും ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ എടുക്കാം. ഞാനതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ബാസ്ക്കറ്റാണ് റെഡിയാക്കാൻ പോകേണ്ടത്. ഈ ബാസ്ക്കറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബാസ്ക്കറ്റ് തന്നെയായിരുന്നു. ഒരു 400-ൻ്റെ മുകളിലൊക്കെ ആയിട്ടോ പൈസ. ഇത് നമ്മൾ ഷോപ്പിൽ ചെന്ന് മേടിച്ച അത്ര രൂപയൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ കയ്യിൽ 2 വേറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഓരോ സാധനങ്ങൾ പിള്ളേരുടെയൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയത് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു.
പിന്നെ ഇതെന്ന് വെച്ചാൽ ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് എപ്പോഴും അത്യാവശ്യം തന്നെയാണ് എനിക്ക്. ഞാൻ കഴിഞ്ഞ ഡെലിവറിക്കാണ് ഈ ഡ്രൈ ഷീറ്റൊക്കെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് മുന്നേ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടൊന്നുമില്ല. എന്താ പറയുക, പിള്ളേർ മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഇത് അബ്സോർബ് ചെയ്തോളും. പിള്ളേരുടെ മേത്ത് അങ്ങനെ ഒരുപാട് നനയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉപകാരമൊക്കെ ഉണ്ട്. ഒരു ഡ്രൈ ഷീറ്റ് മാത്രം ഞാൻ ഇവിടെ ബാസ്ക്കറ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെക്കണത്. വളരെ അത്യാവശ്യമില്ലാത്തത് ഞാൻ ബാസ്ക്കറ്റിൻ്റെ അടിയിലായിട്ടാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റും അതുപോലെ തന്നെ ഒരു ടർക്കിയും ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു ടർക്കി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചൂട് സമയത്തായിരുന്നു നമ്മുടെ ബേബി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് ഭയങ്കരമായിട്ട് ചൂട് പൊങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ കിടത്താനേ പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഹെഡിൻ്റെ തല വയ്ക്കണ ഭാഗമാണെങ്കിലും വളരെ വലുതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് അത്ര എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കിടത്തലൊക്കെ ഉണ്ട്. ഉണ്ടായ സമയത്ത് നമുക്ക് ചൂടായതുകൊണ്ട് കിടത്താനും പറ്റത്തില്ലായിരുന്നു. തണുപ്പുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനിവിടെ അതേക്കുറിച്ച് തുണിയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടുടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലത്തെ വേറൊരു ടൈപ്പ് മേടിച്ചത്. അത് നമുക്ക് ഉപകാരപ്പെട്ടേ ഇല്ല. പക്ഷേ ഇത് ജനിച്ചപ്പോൾ അത്ര എന്താ പറയുക വലിപ്പമായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലോത്തിൻ്റെ ഇത് ഐറ്റം വലിപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 10 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടുപ്പും താഴെയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രിൻ്റ് ആയിട്ടുള്ള കെട്ടിടുപ്പാണ് ഞാൻ താഴെ വെച്ച് കൊടുക്കണം. ലേബർ റൂമിലേക്ക് നമ്മൾ വൈറ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത് എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2-3 ടവൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസൊക്കെ തുടയ്ക്കാൻ പാകത്തിനുള്ള ടവലാണ് കേട്ടോ. ഇനിയിപ്പോൾ മേലൊക്കെ ഒന്ന് തുടപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ടവൽ വെച്ചിട്ട് തുടയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഇത് ഒരുപാട് പൈസയുടെ ഒന്നുമല്ല കേട്ടോ. 15 രൂപ ഒക്കെ വരുന്ന ടവൽ വെച്ചിട്ട് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. 15 രൂപ ഉള്ളെങ്കിലും അതുപോലത്തെ ഒരു 3-4 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ക്യാപ്പും അതുപോലെ കാലിലും കയ്യിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് സോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓൺലൈൻ വഴി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ 300 രൂപയൊക്കെ ആവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര നഷ്ടമായി പോയിട്ടോ. കാരണം ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു എന്താ പറയുക മെറ്റീരിയലും അതുപോലെ തന്നെ കളർ ഇളകുകയൊക്കെ ചെയ്ത് നമ്മൾ കഴുകിയ സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മളിത് കഴുകിയിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബേബി വൈപ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഡെലിവറിക്കും വാങ്ങിയായിരുന്നു കേട്ടോ. അതിന് മുന്നേ എല്ലാ ഡെലിവറിക്കും ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികൾ കുറേ നേരമൊക്കെ ഇങ്ങനെ എന്താ പറയുക അപ്പിടമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അവിടെ മുറിയാനും അവിടെ തൊലിയൊക്കെ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ എന്താ പറയുക ഇത് വെച്ചിട്ട് തുടച്ച് കൊടുക്കും കേട്ടോ. ശരീരം മൊത്തം ഞാൻ തുടച്ച് കൊടുക്കാറില്ല, അവിടെ മാത്രം തുടച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ എന്താ പറയുക ആ ഒരു നനവ് കൊണ്ട് തന്നെ എന്താ മുറിവൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ മഷി ഇടുക, ഒരു കറുത്ത കളറിലുള്ളൊരു അപ്പിയൊക്കെ ഇടുമല്ലോ പിള്ളേർ. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇത് ഹെൽപ്പാണ്. അതങ്ങ് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. ബേബി വൈപ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പാണ്. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ കുറച്ചൊക്കെ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എന്താ പറയുക ഈ ഒരു സമയത്ത് മാത്രം യൂസ് ആക്കാറുണ്ട്. പിന്നെ ഞാൻ വെച്ചത് ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ ന്യൂ ബോൺ ബേബിയുടെ ഡയപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ചിനൊരു ടർക്കി റിസീവിങ് ടവലായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെള്ള ഉടുപ്പ് കെട്ടുടുപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാപ്പും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇടിയിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അതൊന്നും ഇടിയിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ജോഡി എനിക്ക് എല്ലാ ഡ്രസ്സും നൈറ്റിയും അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സും എല്ലാം കൂടെ ഒരു ജോഡി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വെള്ളമുണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി തേച്ച് വെച്ചേക്കണേണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ മുതൽ കുറേശ്ശെ ചെയ്ത് വെച്ചേക്കണതാണ്. എല്ലാം കൂടെ ഒന്നിച്ച് പറ്റത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ മുകളിൽ വെച്ചേക്കണത്. ഇത്രയാണ് നമുക്ക് ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ഡെലിവറി നടന്നത് പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വൈറ്റ് മുണ്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ബാക്കി കൊച്ചിനെ അതുപോലെ തന്നെ ഉടുപ്പും റിസീവിങ് ടവലും ഇതെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ വാങ്ങി വെച്ചത്. പക്ഷേ ഈ തൊടുപുഴയിൽ അൽഅസ്ഹറിൽ അങ്ങനെയല്ല. അവിടെ ഒരു പാക്കിങ് ഒരു എന്താ പറയുക
പാക്കേജ് മാതിരി ഉണ്ട്. ഒരു 600 രൂപ, 600 തോന്നുന്നു, 600 റുപ്പീസൊക്കെ വരുന്ന ഒരു പാക്കറ്റ് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങണം. അതിനകത്ത് ഈ പറയുന്ന റിസീവിങ് ടവലും അതുപോലെ സ്നഗ്ഗി, പിന്നെ മെറ്റേണിറ്റി പാഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസും അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അത് നിർബന്ധമായിട്ട് അവർ മേടിപ്പിക്കും. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബേബി സോപ്പും അതുപോലെ തന്നെ ഒരു ഓയിലും പിന്നെ നമ്മൾ സംസം വെള്ളം കൊച്ചിന് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സോപ്പും ഓയിലും അവർ നമ്മുടെ നിന്ന് വാങ്ങിയില്ല. ഇതിന് മുന്നുള്ള ഹോസ്പിറ്റലിൽ അത് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ 600 രൂപയുടെ കിറ്റിൽ ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അതെല്ലാം കൂടെ സംസം വെള്ളം അറിയാലോ, നമ്മൾ കൊച്ചു ജനിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ അത്രയുമാണ് ഞാൻ ആ ഒരു ലേബർ റൂമിൻ്റെ കിറ്റിലേക്ക്, ബാസ്ക്കറ്റിലേക്ക് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ വേറെ ബാഗിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു 2 നൈറ്റി, അതുപോലെ തന്നെ മെറ്റേണിറ്റി ചുരിദാർ ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. അത് മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേടിക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഒന്നും ഞാൻ വാങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല. അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഡെലിവറിക്കാണ് നിങ്ങൾ പോണതെങ്കിൽ അതെന്തായാലും 2 മേടിക്കണം നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് എങ്ങാനും ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻകാർക്ക് സ്റ്റിച്ചൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഓപ്പൺ നൈറ്റ് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ അടിയിൽ നിന്ന് മുതൽ ഇങ്ങനെ പൊക്കണേലും നല്ലതാണല്ലോ ഈ വയറിൻ്റെ അവിടെ തുറന്ന് സ്റ്റിച്ചൊക്കെ കാണിച്ചു കൊടുക്കൽ. അപ്പോൾ അത് ഓപ്പറേഷൻ ആണെങ്കിൽ കുറച്ച് ഉപകാരമാണ്. അത് അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ വയറിൽ ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ വയറിൽ കെട്ടണ തുണിയാണ് കേട്ടോ. ഞാൻ ബെൽറ്റൊന്നും അല്ല, തുണിയാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിലൊന്നും വെച്ചൊന്നും ഞാൻ കെട്ടാറില്ല കേട്ടോ. കാരണം നമ്മുടെ യൂട്രസ് പഴയ രീതിയിലേക്ക് ആവുന്ന ടൈമാണല്ലോ, അന്നേരം ഞാൻ വയറിൽ കെട്ടാറില്ല. പിന്നെ നമുക്ക് വേണ്ടത് തോർത്ത്. ഞാൻ തോർത്ത് ഒരു 2-3 ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇക്കായും ഉമ്മായും ഒക്കെ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തോർത്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ പുതപ്പ്, അതൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇക്കാക്കും ഉമ്മച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കാരണം നല്ല ചൂട് സമയമായിരുന്നുകൊണ്ട് തന്നെ അതൊന്നും ആവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ബാഗിലേക്ക് മാറ്റാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിസ്കരിക്കാനായിട്ട് നിസ്കാരപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ അവിടെ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നമുക്കവിടെ അലമാരയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വെക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് വിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ന്യൂസ് പേപ്പർ എടുക്കാനായിട്ട് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഷീറ്റ് ഞാൻ ഇതിലാണ് കേട്ടോ വെക്കണേ. ഞാനൊരു 2-3 വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്നെഗ്ഗി ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ പിള്ളേർക്ക്. ഞാൻ ഒരു പിള്ളേർക്കും സ്നേഹി ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഡയപ്പർ യൂസ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന സമയത്ത് അവർ ഇതൊക്കെ വച്ചിട്ടാണ് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വരുമ്പോൾ അത് മാറ്റും. പിന്നെ ലൈറ്റൊക്കെ അടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ തുണി തന്നെയാണ് യൂസ് ആക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിൻ എപ്പോഴും യൂറിൻ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഷീറ്റൊക്കെ നനയുമല്ലോ. അപ്പോൾ ഈ ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മേത്തേക്കൊന്നും ആവില്ല, ബെഡ്ഷീറ്റിലേക്കൊന്നും ആവില്ലല്ലോ. അപ്പോൾ 2-3 ഒക്കെ ഉണ്ടെങ്കിലല്ലേ മാറി മാറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിലും ടർക്കി ഞാനൊരു 2-3 എടുക്കുന്നുണ്ട്. എനിക്ക് പഴയതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ കൂടുതലും ആദ്യമേ ഉണ്ടായി വരുന്ന സമയത്ത് എന്തായാലും പിള്ളേർക്ക് ഈ ഡ്രൈ ഷീറ്റ് ഉൾപ്പെടെ എല്ലാം തന്നെ അലർജി ആയിരിക്കും കേട്ടോ. ഒരു 2-3 ദിവസത്തേക്ക് ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ആ ഒരു സ്കിന്നിനോട് റെഡിയായി വരണം. അപ്പോൾ അതുവരെ നമ്മൾ കൊച്ചിനെ പൊതിഞ്ഞ് പിടിക്കണത് ഈ ഡ്രൈ ഷീറ്റൊന്നും ഞാൻ ഉപയോഗിക്കില്ല. നമ്മൾ ടർക്കി തന്നെ ആയിരിക്കും പൊതിഞ്ഞ് പിടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടർക്കി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്രമൊഴിച്ച് നനഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തത് ഉപയോഗിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഞാൻ എന്തായാലും കൊണ്ടുപോകും. നമ്മുടെ പഴയ മൂത്ത പിള്ളേരുടെയൊക്കെ ടർക്കി വീട്ടിലിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകും കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ കൊച്ചിനെ ഉടുപ്പിക്കാനായിട്ട് നമ്മൾ തുണി കീറാനൊക്കെ ആയിട്ട് ഇതേ വെള്ള തുണി ഞാൻ 2-3 എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ള തുണി കീറിയിട്ടാണല്ലോ നമ്മൾ ഉടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു 90 വരെ ഏകദേശം ഈ വെള്ള തുണി തന്നെ ഉടുപ്പിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ പറയുക നിക്കറോ അല്ലെങ്കിൽ പാൻറ്റീസോ എന്തെങ്കിലുമൊക്കെ മേടിക്കുള്ളൂ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മൂത്ത പിള്ളേരുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇളയാൾ നല്ല പണികളും തരുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഡെലിവറിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം വന്നു തുടങ്ങല്ല, ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കണേ കേട്ടോ. എൻ്റെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ശരിക്കും എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഡെലിവറിയുടെ പെയിൻ മാത്രമേ ഇല്ല, ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് പിന്നെയും പിടിച്ച് നിന്നത് കേട്ടോ. പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തൽക്കാലം വാങ്ങുന്നില്ല, കുറച്ചൊരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് ഞാനത് ഉപയോഗിച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കൊച്ചിനെ കുളിപ്പിച്ചതിന് ശേഷം തോർത്താനൊക്കെ ആയിട്ട് ഒരു ടവൽ വേണം കേട്ടോ. കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് ഒരു ഷീറ്റ് വേണം, അല്ലെങ്കിൽ അതിന് പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് മേടിക്കാം. ഞാൻ ഏതായാലും അതൊന്നും മേടിച്ചിട്ടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ടുള്ളൂ. അത് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ തുടപ്പിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് പില്ലോ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ തവണ വാങ്ങിയില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെൽപ്പ് തന്നെയാണ് ഫീഡിങ് പില്ലോ, അപ്പോൾ അത് വാങ്ങാം. അതുപോലെ തന്നെ നമ്മൾ ബ്രായൊക്കെ വാങ്ങുന്ന സമയത്ത് മെറ്റർണിറ്റി ബ്രാ തന്നെ മേടിക്കണം കേട്ടോ. നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എന്താ പറയുക 300 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം ഓൺലൈൻ തന്നെയാണ് ഈ തവണ വാങ്ങിയത്. അതുപോലെ വെള്ളമൊക്കെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് കുപ്പിയും കരുതുക. നമുക്ക് വെള്ളം എടുത്ത് വെച്ചിട്ട് കുടിക്കാനൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ആരും വരാനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് ആരും വരാനൊന്നും ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ കെറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ കെറ്റിലൊക്കെ എടുക്കുക, നമുക്ക് അവിടെ തന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പാൽ ചായയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി കുടിക്കും. അതുപോലെ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതും കയ്യിൽ കരുതാട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ ആയിട്ടേ ഹോസ്പിറ്റലിലാവുമ്പോൾ. ഒരു ബേസൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ യൂറിൻ ഒഴിക്കുന്ന തുണികളൊക്കെ ഇട്ട് വെക്കാനായിട്ടും ഒക്കെ ഒരു ബേസൺ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, അവിടെ ബക്കറ്റ് ഉണ്ടാവുമെങ്കിലും നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാനും തുണി കലക്കാനായിട്ട് എന്തായാലും പുറത്തേക്ക് പോയിട്ടായിരിക്കും അവിടെ തുണിയൊക്കെ കലക്കിയിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ബക്കറ്റ്. പിന്നെ നമുക്ക് പാത്രം കഴുകാനായിട്ട് ഇതേ ഒരു വിം എടുത്തിട്ടുണ്ട്, കുളിക്കാൻ സോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ അലക്കാൻ സോപ്പ്, പിന്നെ മേല് തേക്കാനായിട്ടൊക്കെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചായപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, ഇതൊക്കെ ഞാൻ ഓരോ ഭരണിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കത്തി എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എന്തായാലും കത്തിയൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ചെറിയ കത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ്, അതുപോലെ കഞ്ഞി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം ചായക്കും ഒരെണ്ണം കഞ്ഞിക്കായിട്ട് എടുത്തേക്കണേ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ചായക്ക് എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ സോപ്പ് പെട്ടി, അതുപോലെ തന്നെ സോപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഒരു ബ്രഷ്, പിന്നെ അതുപോലെ തന്നെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ ഈ തുണിയൊക്കെ പുറത്ത് കൊണ്ടുപോയി വിരിച്ചിടുമ്പോൾ പറന്നു പോകാതിരിക്കാനൊക്കെ ആയിട്ടേ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് തുണിയൊക്കെ കീറാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലിപ്പും അതുപോലെ തന്നെ തലയിൽ ഇടാനൊക്കെ ആയിട്ടൊരു സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ബുഷൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഇതിലുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാത്രം വേണം. പിന്നെ അതുപോലെ സ്പൂണ്, കയ്യിൽ കപ്പ്, പിന്നെ അതുപോലെ കാസറോള്, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടേ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് നമുക്ക് വെക്കാനൊക്കെ ആയിട്ട് ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പായ എടുത്തിട്ടുണ്ട്, കാരണം വെച്ചാൽ ഏതായാലും ഉമ്മച്ചിയും ഇക്കായും ഉള്ളതുകൊണ്ട് ഒരാളെന്തായാലും നിലത്തെടുക്കണമല്ലോ, അപ്പോൾ ഇക്ക നിലത്തെടുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പായ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊച്ചിന് വേണ്ടി വാങ്ങിയ ബെഡാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 100-200 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. തുണിയുടെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, പ്ലാസ്റ്റിക്കൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ടർക്കി, അതുപോലുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ കൊച്ചിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇത് ഹെയർ ഓയിൽ ഉമ്മീസ് എന്നും പറഞ്ഞ് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം
അവരുടെ സംഭവം എന്താ പറയുക പ്രൊഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് നേരത്തെ മേടിച്ച് വെച്ചതാണ് ഹെയർ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു മസാജിങ് ഓയിലും, പിന്നെ അവരുടെ തന്നെ അലോവേറയുടെ ഒരു ഷാമ്പു, പിന്നെ കസ്തൂരി മഞ്ഞൾ, പിന്നെ അവരുടെ തന്നെ ഒരു എന്താ പറയുക ഗോട്ട് മിൽക്ക് സോപ്പ് എന്നും പറഞ്ഞിട്ടൊരു സോപ്പും. ഇത്രയാണ് ഞാൻ മേടിച്ചത്. അതിൽ എന്താ പറയുക മസാജ് ഓയിലും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഈ കൊച്ചിന് എപ്പോഴും അലർജിയും അസുഖവും എന്താ പറയുക മൂക്കടപ്പും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി വലുതായിട്ട് അതൊക്കെ തേപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തേപ്പിച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെലിവറിയുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഐറ്റംസൊക്കെ ഞാൻ വേറൊരു പിന്നെ ബാഗിലേക്ക് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനമായപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. പിറ്റേന്ന് രാവിലെയൊക്കെ ആയപ്പോഴേക്കും വാട്ടർ ലീക്കായി. പിന്നെ നമ്മൾ എന്താ പറയുക ഭയങ്കര സ്പീഡിലാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയത്. പിന്നെ എന്താ പറയുക നേരെ നമ്മൾ എത്തിയത് ലേബർ റൂമിലേക്കാണ് പോയതും. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.